സ്പെയിനിന്റെ ലൈനപ്പിലേക്കാണ് പോകുന്നത്. നമ്മൾ ഫ്രാൻസിന്റെ ലൈനപ്പ് കണ്ടു. പ്രധാനപ്പെട്ട ടീമുകൾ സ്പെയിനിന്റെ നമുക്ക് എങ്ങനെ പറയാം, കാരണം കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടീമുകളിൽ ഒന്നാണ് സ്പെയിൻ. പ്രത്യേകിച്ച് ബാഴ്സയും റയലും ഒക്കെ കളിക്കുന്ന ഒരു ലീഗ് ഉള്ള രാജ്യമാണല്ലോ സ്പെയിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്പെയിൻ്റെ ലൈനപ്പ് ഏതായാലും നോക്കണം. സ്പെയിൻ്റെ താരങ്ങളെ നമുക്ക് ഏറെ പരിചയമുള്ള താരങ്ങൾ തന്നെയാണ്. സൗത്ത് ആഫ്രിക്കൻ വേൾഡ് കപ്പിന് ശേഷം അവരുടെ ഒരു ശൈലിയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് ഇക്കുറി കുറച്ചുകൂടി മൂർച്ച കൂട്ടിയാൽ മാത്രം. 2008 യൂറോ കപ്പിലായിരുന്നു അവർ പക്ക ടിക്കീട്ടാക്ക. അത് കഴിയുമ്പോൾ 2010 ലോകകപ്പിലേക്ക് അവർ ലോകകപ്പ് നേടിയെങ്കിൽ പോലും ആ ശൈലിയിൽ നിന്ന് അല്പമൊക്കെ പിന്നാക്കം മാറിയിരുന്നു. പക്ഷേ ആ ഫൈനൽ പോരാട്ടമൊക്കെ നമുക്ക് ഓർക്കുന്നതാണ്. അപ്പോൾ വീണ്ടും അവർ അതിനുശേഷം വലിയ നേട്ടങ്ങൾ അവർക്ക് ലോകവേദിയിൽ പറയാനില്ല. 2014 ശേഷം 16 വർഷമായിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചേ പറ്റൂ എന്നുള്ള നിലയിൽ ടീമിനെ ഇറക്കുമ്പോൾ എങ്ങനെയായിരിക്കും സ്പെയിനിൻ്റെ ലൈനപ്പ്, കാളക്കുറ്റന്മാരുടെ ലൈനപ്പ് എന്നറിയാൻ വേണ്ടി നമ്മൾ സ്പെയിനിൻ്റെ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്പെയിനിൻ്റെ സ്റ്റേഡിയത്തിൽ നിന്ന് നമ്മൾ താഴെ ഇറങ്ങിക്കൊണ്ട് ഗോൾ കീപ്പറിലേക്ക് പോവുകയാണ്. ഗോൾ കീപ്പറിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വേഗം തുടങ്ങാം. ഉനായ് സിമോൺ തന്നെയായിരിക്കും, അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത കരങ്ങൾ തന്നെയായിരിക്കും. കാരണം മറ്റൊരു ഓപ്ഷൻ അവർക്കില്ല. അവരുടെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ ഉനായ് സിമോൺ തന്നെയായിരിക്കും. സിമോൺ തന്നെ ഗോൾ വലയ്ക്ക് മുന്നിലുണ്ടാകും. നമുക്ക് പ്രതിരോധത്തിലേക്ക് പോവുകയാണെങ്കിൽ റൈറ്റ് വിംഗ് ബാക്ക് സ്ഥാനത്ത് പെഡ്രോ പോറോ ഇന്നത്തെ മത്സരത്തിൽ ഇറങ്ങാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അദ്ദേഹം ടോട്ടനത്തിന്റെ പ്രീമിയർ ലീഗിൽ കളിക്കുകയാണ്. ടോട്ടനത്തിന്റെ താരമായിട്ടുള്ള പെഡ്രോ പോറോ റൈറ്റ് വിംഗ് ബാക്ക് സ്ഥാനത്ത് ഉണ്ടാകും. ഇനി സെൻട്രൽ ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ കുബാർസി യുവതാരമാണ്. ബാഴ്സലോണയുടെ താരമായിട്ടുള്ള കുബാർസി, അദ്ദേഹം സെൻട്രൽ ഡിഫൻസിൽ താൻ എന്താണ് എന്ന് ഇതിനോടൊപ്പം തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ള താരമായിട്ടുള്ള കുബാർസിക്ക് കൂട്ടായി വരുന്ന താരം ആരാണ് എന്ന് കൂടി നോക്കാം. സെൻട്രൽ ഡിഫൻസിൽ മറ്റൊരു താരം ഈ പറയുന്നത് പോലെ ലപ്പോർട്ടാണ്. ഐമോറിക് ലപ്പോർട്ട് കൂടി ഏതായാലും ആദ്യ ലെവലിൽ തന്നെ കുബാർസിക്ക് കൂട്ടായി ലപ്പോർട്ട് കൂടി. ഇപ്പോൾ അദ്ദേഹം കളിക്കുന്നത് ബിൽബാവോയിലാണ്, അത്ലറ്റിക് ബിൽബാവോയിലൂടെ താരമായിട്ടുള്ള ലപ്പോർട്ടിനൊപ്പം തന്നെ ഇനി നമുക്ക് ലെഫ്റ്റ് വിംഗ് ബാക്ക് സ്ഥാനത്ത് ആരായിരിക്കും എന്നുള്ളത് കൂടി നോക്കാം. അത് കുക്കുറയാണ്. കുക്കുറയുടെ കേളി ശൈലിയൊക്കെ നമുക്കിപ്പോൾ ചിലപ്പോഴൊക്കെ ഈ മാർസലോയുടെയൊക്കെ ശൈലിയോടൊക്കെ ഉപമിക്കുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കുക്കുറേയ ഏതായാലും ആദ്യ ലെവലിൽ ഉണ്ടാകും. കുക്കുറയുടെ ആ മുടിയൊക്കെ നീട്ടിയിട്ടുള്ള കളി കാണാൻ തന്നെ ചെൽസിയുടെ താരമാണ്. അദ്ദേഹത്തിന്റെ കളിയെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്, കൃത്യമായി സ്കെച്ച് ചെയ്യാൻ എളുപ്പമാണ്. അതെ. ഇനി നമുക്ക് മധ്യനിരയിലേക്ക് വരാം. മധ്യനിരയിലെ താരങ്ങൾ എന്ന് പറയുന്നത് മധ്യനിരയാണല്ലോ സ്പെയിനിന്റെ ഒരു കരുത്ത്. പെഡ്രി, ബാഴ്സലോണയുടെ പെഡ്രി, അദ്ദേഹത്തിന്റെ യുവ താരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കാലുകളിൽ നിന്ന് പന്തുകൾ ഇങ്ങനെ ഒരു നമ്മൾ പ്രധാനപ്പെട്ട താരങ്ങൾക്കൊപ്പം തന്നെ ആരാധകരുള്ള ആളാണ് പെഡ്രി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പായിട്ടും പെഡ്രിക്ക് ആ രീതിയിലുള്ള ആരാധക ഒരു വൃന്ദം ഏതായാലും ഫുട്ബോൾ ലോകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ യുവ താരമാണ്. ഇനിയും ഒരുപാട് കാലം സ്പാനിഷ് ടീമിൽ ക്ലബ് ഫുട്ബോളിലും ഒക്കെ കളിക്കേണ്ട താരമാണ്. ഇനി മധ്യനിരയിൽ പെഡ്രിക്ക് ഒപ്പം ഉള്ളത് പെഡ്രിക്കൊപ്പം ഉള്ളത് റോഡ്രി ആയിരിക്കും ഏതായാലും പെഡ്രിക്കൊപ്പം കളിക്കാൻ പോകുന്നത്. അപ്പോൾ സിറ്റിയുടെ താരമായിട്ടുള്ള റോഡ്രിയും ഏതായാലും ആദ്യ ലെവലിൽ തന്നെ ഉണ്ടാവും. കുറച്ചുകൂടി ഡിഫൻസീവ് റോളിലായിരിക്കും റോഡ്രി കളിക്കുക. ഈ രണ്ടുപേർക്കും ഒപ്പം മധ്യനിരയിൽ വരുന്ന മൂന്നാമത്തെ താരം മറ്റാരുമല്ല, റൈറ്റ് വിംഗ് ബാക്ക് സ്ഥാനത്ത് ഡാനി ഒൽമോ. ഇപ്പോൾ ബാഴ്സലോണയുടെ താരമാണ്, ഒരു സ്ട്രൈക്കർ തന്നെയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഒൽമോയും ആദ്യ ലെവലിൽ തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. ഇനി നമുക്ക് രണ്ട് താരങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അത് ഒന്ന് ലമിൻ യമാൽ. ഏത് ക്ലബ്ബാണെന്നോ എന്താണെന്നോ ഒന്നും നമ്മൾ പറയേണ്ടതില്ല. യമാലിന്റെ ലക്ഷ്മി യമാലിനെ കുറിച്ച് ഇനി പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. ഏതായാലും കേരളം മുഴുവൻ ഫേമസ് ആണ് ആ ഒറ്റ വീഡിയോയിലൂടി. അതിനു മുൻപേ ഫുട്ബോൾ ആരാധകർക്കിടയിൽ ആരാധകർക്ക് ഒന്നേ പറയാനല്ലോ, ആദ്യ മിനിറ്റ് മുതൽ കളിപ്പിക്കണം യമാലിനെ എന്നതാണ്. എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഗോൾ നേടിയിട്ടുണ്ട് യമാൽ. ഇന്നും തീർച്ചയായും യമാലിൽ നിന്നും ഒരു ഡബിൾ പ്രതീക്ഷിക്കുന്നു. പിന്നീട് ഒയർസബാൽ ആദ്യത്തെ മത്സരത്തിൽ 30 മിനിറ്റ് പന്ത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കലുകളൊക്കെ നേരിട്ട താരം. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ശക്തമായ തിരിച്ചുവരവ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അപ്പോൾ ഈ ഒരു സാധ്യത ലൈനപ്പാണ് ഏതായാലും കാണാനുള്ളത്. നമ്മൾ നിക്കോ വില്യംസിന്റെ കാര്യം പറഞ്ഞില്ല. അപ്പോൾ നിക്കോ വില്യംസ് നമ്മൾ 10 പേര് പറഞ്ഞ് നിർത്തുമായിരുന്നു. അപ്പോൾ നിക്കോ വില്യംസ് കൂടി വിങ്ങിൽ കളിക്കാനുണ്ടാവും തന്നെ തിളങ്ങുന്ന ആളാണ്. അതെ, അദ്ദേഹം ബാഴ്സയിലായിരുന്നു, ഇപ്പോൾ ബിൽബാവോയിലേക്ക് പോയി ക്ലബിൽ. ഏതായാലും ഇവരുടെ ഒരു സൗഹൃദം എന്ന് പറയുന്നതൊക്കെ വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് കാണാനും സാധിക്കുന്നത് നമ്മുടെ താരങ്ങളൊക്കെ നിരന്ന് നിൽക്കുന്നത് കാണാം. പിന്നെ നമ്മുടെ പിൻഭാഗത്തായി ഓരോരുത്തരായി ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. സ്പാനിഷ് കളക്കുറ്റന്മാർ മത്സരത്തിന് തയ്യാറായിക്കൊണ്ട്. ശരി, അതാണ് ഇന്നിപ്പോൾ ആവേശത്തോടെ ഓരോ മത്സരങ്ങളും കാത്തിരിക്കുമ്പോൾ നമ്മൾ മറ്റൊരു ആവേശം കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ മിന്നും താരം വൈഭവ് സൂര്യവംശിയുടെ ഒരു അരങ്ങേറ്റം. പക്ഷെ അദ്ദേഹം ആദ്യ 11-ൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അയർലൻഡിനെതിരെ ആദ്യ 11-ൽ വൈഭവ് സൂര്യവംശി സഞ്ജു ഉണ്ട് എന്ന് നമുക്ക് ഇനിയിപ്പോ ഈ ഒരു മത്സരം കഴിഞ്ഞിട്ട് എന്താകും, ഒറ്റ മത്സരമൊക്കെ മതി, നമ്മൾ അതാണല്ലോ ശീലം സഞ്ജുവിനെ പെട്ടെന്ന് മാറ്റുന്നത്. സൂര്യവംശി വേണമെന്നൊക്കെ വിദഗ്ധർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അരങ്ങേറ്റത്തിന് വൈഭവ് സൂര്യവംശിക്ക് കാത്തിരിക്കുകയും വേണം. ഏതായാലും അപ്പോൾ ഈ ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്ന്, ഫുട്ബോൾ മൈതാനത്ത് നിന്ന് റിപ്പോർട്ടർ സോക്കർ സഗയിൽ നമ്മൾ തൽക്കാലം
വിട പറയുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി എത്തണം. ഇന്നിപ്പോൾ മറക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളുടെ ദിവസമാണ്. ഉറക്കമൊഴിച്ച് കളി കണ്ട് നമുക്ക് നാളെ വീണ്ടും വിശേഷങ്ങളുമായി എത്താം.